എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഷീനാസ് ഹെൽത്തി വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 മാസം വരെ നമ്മൾ വളരെ ചെറിയ കുട്ടികൾക്ക് 6 മാസം വരെ നമ്മൾ മുലപ്പാൽ മാത്രമാണ് കൊടുക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അമ്മമാർക്ക് പല സംശയങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്ത് ഭക്ഷണം കൊടുക്കണം, എത്ര സമയം കൊടുക്കണം, എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം, വെള്ളം എപ്പോൾ കൊടുത്തു തുടങ്ങണം, അങ്ങനെയുള്ള പല സംശയങ്ങളും അമ്മമാർ ചോദിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ. നമുക്കറിയാം 6 മാസത്തേക്ക് കുട്ടികൾക്ക് മുലപ്പാൽ മാത്രം മതി. കുട്ടികൾക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും പ്രതിരോധ ശക്തി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ വയറ്റിന്ന് ശരിക്ക് പോവാനും കഫക്കെട്ട് ജലദോഷം അതൊന്നും ഇല്ലാതിരിക്കാനും പിന്നെ അമ്മയ്ക്ക് ഹോർമോൺ ഇംബാലൻസ് ഇല്ലാതിരിക്കാനും അതുപോലെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് വളരെയധികം ഡെവലപ്പ് ചെയ്യാനും എല്ലാം നമുക്ക് കുട്ടിക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുന്നതാണ് വളരെ നല്ലത്. 6 മാസം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അതായത് 7-ാം മാസം മുതൽ വീനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് റാഗിയാണ്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് പറയുന്നത്. പഞ്ഞപ്പുല്ല് എന്ന് പറയും, അതുപോലെ മുത്താറി എന്ന് പറയും, അതുപോലെ പല പേരുകളിലും റാഗി പറയാറുണ്ട്. അപ്പോൾ റാഗി എന്ന് പറയുന്നത് മോണോ സീരിയൽ കൊടുക്കണം എന്നുള്ളതാണ്. ഒറ്റ സീരിയൽ, ഒറ്റ ധാന്യം മാത്രം കുട്ടികൾക്ക് ആദ്യമായിട്ട് ഭക്ഷണത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് റാഗിയും കായപ്പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ കായപ്പൊടിയും അരിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ ദോഷമാണ് കുട്ടികൾക്ക്. അങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവരാറുണ്ട്. അതായത് വയറുവേദനയാണ്, ഗ്യാസാണ്, ഭയങ്കര കരച്ചിലാണ്, വയറ്റിന്ന് പോകുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ആദ്യമായിട്ടൊരു കുട്ടിക്ക് കൊടുക്കുന്നത് ഒറ്റ ധാന്യം മാത്രമായിരിക്കണം. അത് ഏറ്റവും നല്ലത് റാഗിയാണ്. റാഗിയിൽ കാൽസ്യവും അയണും ഇരുമ്പും എല്ലാം വളരെ അധികം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ റാഗി ചിലവർ പറയും ചൂടാണ് എന്നുള്ളത്. ചൂടും തണുപ്പും ഒന്നുമില്ല റാഗിക്ക്. അത് ഏറ്റവും നല്ലൊരു ഫുഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുട്ടിക്ക് റാഗി ആണ്. പ്രതിരോധ ശക്തി കൂട്ടി വരാനും നന്നായിട്ട് വയറ്റിന്ന് പോകാനും ഫൈബർ കണ്ടന്റും കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ കാൽസ്യവും അയണും നന്നായിട്ടുണ്ട്. അതിന് മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ ഉപയോഗിക്കാം. പശുമ്പാൽ അതിൽ ഒഴിച്ച് കുറുക്കരുത് എന്നുള്ളതാണ്. പലതരത്തിലും പൊടിയായിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് കുതിർത്ത് അരച്ച് അത് ഊറ്റി കുറുക്കി കൊടുക്കാം, അതൊക്കെ ചെയ്യാം. ശർക്കര ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലും ഇരുമ്പ് സത്ത് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കുട്ടിക്ക് കൊടുക്കാൻ എന്നുള്ളത് റാഗി ശർക്കര ഇട്ടിട്ട് കുറുക്കി കൊടുക്കുക, പാലില്ലാതെ കുറുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഒരു 2, 3, 4 ദിവസം കൊടുക്കുക. വലിയ പ്രോബ്ലം ഒന്നും, വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി, ഒരു നേരം മാത്രം കൊടുക്കാൻ നോക്കുക. അതിന് വലിയ പ്രോബ്ലം ഇല്ല തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കായപ്പൊടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കായപ്പൊടി കൊടുക്കുന്ന സമയത്ത് അത് മാത്രമായിട്ട് കൊടുക്കാൻ നോക്കുക. കുന്നംകായ, അതുപോലെ കണ്ണങ്കായ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉണക്കി പൊടിച്ച് പൗഡർ ആക്കിയിട്ട് എടുത്തു വെക്കാം. അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. അതിലും മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ഇട്ട് കൊടുക്കാം. പശുമ്പാൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ 3ാമത്തെ ഫുഡ് എന്ന് പറയുന്നത് സൂചി ഗോതമ്പ്. സാധാരണ ഉപയോഗിക്കുന്ന, നമ്മൾ വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന ഗോതമ്പല്ല, ഒരു പ്രത്യേക തരത്തിൽ ഒരു നീളമുള്ള ഒരു ഗോതമ്പ് വാങ്ങിക്കാൻ കിട്ടും, സൂചി ഗോതമ്പ് എന്ന് പറഞ്ഞ്. അതും അതേപോലെ തന്നെ അരച്ച് ഊറ്റി പോലെ കുറുക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡാണ് സൂചി ഗോതമ്പ്. അതേപോലെ തന്നെ നവര അരിയും ഈ നമ്മൾ കഞ്ഞിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയരി ഉണ്ടല്ലോ, അത് രണ്ടും കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാൻ നല്ലതാണ്. നന്നായിട്ട് വേവിച്ച്, ആ സമയത്ത് 7 മാസത്തിലൊന്നും വേവിച്ച് കൊടുക്കണ്ട, അത് പൊടിച്ച് പൊടിയാക്കി കുറുക്കി കൊടുക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഈ ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന 7 മാസത്തിൽ കുട്ടികൾക്ക് ഒരു സീരിയൽ മാത്രം, അതായത് ഒറ്റ ധാന്യം മാത്രം കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 7 മാസം കഴിഞ്ഞ് പിന്നെ 8-ാം മാസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങാം. ഇപ്പോൾ ആദ്യത്തേത് 7 മാസത്തിൽ നമ്മൾ പറഞ്ഞു അത് കാർബോഹൈഡ്രേറ്റ് ആണ്, അതായത് അന്നജമാണ്. 2ാമത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് 8-ാം മാസത്തിൽ നമ്മൾ കുട്ടികൾക്ക് പ്രോട്ടീൻ ഉള്ള ഈ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ എല്ലാം കൊടുക്കുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ അരി, അതായത് ഈ നവര അരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊടിയരിയൊക്കെ കൊടുക്കുന്ന
കൊടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ചെറുപയർ കൂട്ടി വേവിച്ച് കൊടുക്കാം. അങ്ങനെയുള്ളതൊക്കെ നല്ലതാണ്. പരിപ്പ് കൂട്ടി വേവിച്ച് കൊടുക്കാം. അതൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. കുട്ടികളുടെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടീൻ അധികം വേണ്ട ഒരു സമയമാണ്, വളർച്ച വെക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രോട്ടീൻ വളരെ കൂടുതലായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് പരിപ്പ്, പയറ് വർഗ്ഗങ്ങളെല്ലാം കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു 8ാം മാസത്തിൽ തന്നെ പച്ചക്കറികളും പഴങ്ങളും വൈറ്റമിൻസും മിനറൽസും അത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, പോലെ ഉരുളക്കിഴങ്ങ്, തക്കാളി അതൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ ഫൈബർ ഉണ്ട്, പക്ഷെ ഫൈബർ കൂടുതലില്ല. ബീൻസ്, പയർ അതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഈ നാരുകളൊക്കെ ഉള്ളത് കാരണം ഓക്കാനം വരാനും അതിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ പുഴുങ്ങി പൊടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചീരയും മുരിങ്ങയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പരിപ്പൊക്കെ ഇട്ടിട്ട് ചീരയോ മുരിങ്ങയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉടച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അസുഖങ്ങളൊന്നും വരാതിരിക്കാനും എല്ലാം ഈ വൈറ്റമിൻസും മിനറൽസും സഹായിക്കുന്നതാണ്. അപ്പോൾ 8ാം മാസത്തിൽ നമ്മൾ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും കൊടുത്തു. ഇനി 9ാം മാസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫാറ്റ്, അതായത് എണ്ണ, നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ആദ്യം തന്നെ ഒരുപാട് നെയ്യൊന്നും, 1 സ്പൂൺ നെയ്യൊന്നും കൊടുക്കാതെ ഒരു 1/4 സ്പൂൺ വെച്ചിട്ട് 2 നേരം കൊടുക്കാം, ഭക്ഷണത്തിൽ കൂട്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ പണ്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ല സാധനമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. സ്കിന്നും ഹെയറും ഒക്കെ നല്ലതാവാനും നന്നായിട്ട് ഡൈജഷൻ നടക്കാനും വയറ്റിൽ ശരിക്കും പോകാനും ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ഭക്ഷണത്തിൽ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു 9ാം മാസത്തിലാണ് നമ്മൾ ഈ ഒരു ഫാറ്റ്, അതായത് കൊഴുപ്പ് ആയ ഗീയും അതുപോലെ വെളിച്ചെണ്ണയും ഒക്കെ കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10ാം മാസത്തിൽ നമുക്ക് മുട്ട കൊടുത്തു തുടങ്ങാം. മുട്ട കൊടുക്കുമ്പോൾ ഹോളായിട്ട്, അതായത് പുഴുങ്ങിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഓംലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടോ ഒന്നും കൊടുക്കാൻ പാടില്ല. പുഴുങ്ങിയിട്ട് കൊടുക്കാം. ആദ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയാണ് നല്ലത്. പല കുട്ടികൾക്കും അത് നമ്മൾ നേരെ തിരിച്ച് ആദ്യം വെള്ള കൊടുക്കും, അത് കഴിഞ്ഞിട്ടാണ് മഞ്ഞ കൊടുത്തു തുടങ്ങുക. പക്ഷേ ആ മഞ്ഞയിലാണ് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ വെയിറ്റ് വെക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഉള്ളത് മുട്ടയുടെ മഞ്ഞയിലാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ്, പക്ഷെ അത് അങ്ങനെ കഴിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഓക്കാനും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൊടുക്കണം കുട്ടികൾക്ക് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ് കുട്ടിക്ക് അത് പ്രോബ്ലം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടയുടെ വെള്ള കൊടുത്തു തുടങ്ങാം. വെള്ളയിലാണ് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ളത്. എഗ് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ളത് എഗ് വൈറ്റിലാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. 10ാം മാസത്തിൽ മുട്ട കൊടുത്തു തുടങ്ങാം. പിന്നെ 11ാം മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നോൺ വെജ്, അതായത് മീനും ചിക്കനും ഒക്കെ കൊടുക്കുന്നത് നല്ലത്, മീറ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് വലിയ പ്രോബ്ലംസ് ഇല്ല. പറ്റാത്ത, അതായത് കുട്ടികൾക്ക് പറ്റാത്ത ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ശരീരത്തിൽ സ്കിന്നിൽ റാഷസ്, അതുപോലെ ചൊറിച്ചിൽ പോലെ, അതുപോലെ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇൻഡൈജഷൻ പോലെ വരുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഫുഡ് പിന്നെ കുറേ നാളത്തേക്ക് കൊടുക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ 10 മാസം 11 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങുകയാണ്. പിന്നെ 11ാം മാസം ഒക്കെ എത്തിക്കഴിയുമ്പോൾ ഈ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ, വളരെ ഒരു ഹൈ ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കണ്ട. കുട്ടികൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് ശീലിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറഞ്ഞ അളവിൽ മാത്രം കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞില്ല. ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ കൊടുക്കാം, പുഴുങ്ങി പൊടിച്ചു കൊടുക്കാം, അതുപോലെ നേന്ത്രപ്പഴം, ഓറഞ്ച് അതൊക്കെ കൊടുക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു 10ാം മാസത്തിൽ കുട്ടികൾക്ക് നെയ്യൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങി പൊടിച്ച് അതിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 12 മാസമായി കഴിഞ്ഞാൽ, 1 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി, ദോശ, അതുപോലെ വെള്ളപ്പം, അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എന്ത് ഭക്ഷണങ്ങളും 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം. മിക്സിയിലൊന്നും അരച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മിക്സിയിലൊക്കെ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടി ഒരു ശീലമാക്കി മാറ്റും. പിന്നെ 2 വയസ്സായാലും കുട്ടിക്ക് മിക്സിയിൽ അരച്ചതേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്ന അമ്മമാർ ഒരുപാടുണ്ട്. അപ്പോൾ കഴിയുന്നതും നന്നായിട്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് ഉടച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഈ മൊബൈലും TV ഒന്നും കാണിച്ചു കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ടേസ്റ്റ് അറിയില്ല, എന്താണ് അവർ ചെയ്യുന്നത്, കഴിക്കുകയാണോ ഇറക്കുകയാണോ എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊരു ദുശീലമായിട്ട് ഭാവിയിലേക്ക് മാറാനുള്ള ചാൻസസ് ഒരുപാടാണ്.
അതുപോലെ കുപ്പി, റാഗിയൊക്കെ കൊടുക്കുന്ന സമയത്ത് കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് കുറുക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കുപ്പി ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്പൂണ് കൊണ്ട് കോരി കൊടുക്കുക. കുട്ടിയെ നമ്മൾ കാലിലൊക്കെ കിടത്തി കൊടുക്കാതിരിക്കുക. തലഭാഗം ഒന്ന് പൊക്കി വെച്ചിട്ട് ഇരുത്തിയിട്ട് വേണം കൊടുക്കാൻ. അതായത് നമ്മൾ സൈഡിൽ ഇരുന്നിട്ട് കുട്ടിയെ അപ്പുറത്ത് വെച്ചിട്ട് ഒരു ചെയറിലോ അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെയറൊക്കെ ഉണ്ടല്ലോ തലയൊന്ന് പൊക്കി വെക്കാൻ പറ്റുന്നത്, അതിലൊക്കെ ഇരുത്തി നമ്മൾ ഭക്ഷണം കോരി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കും ആ ഒരു ഫീലിംഗ്, ഒരു 10 മാസം 11 മാസമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായി വരും ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവാനും എല്ലാം ഈ ഒരു കാര്യങ്ങൾ നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, വെള്ളം 6 മാസം വരെ കുട്ടികൾക്ക് വെള്ളം ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറുക്ക് കൊടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഡൈജസ്റ്റ് ആയി പോകാനും അതിനൊക്കെ കുറേശ്ശെ വെള്ളം കൊടുക്കുന്നത്, തിളപ്പിച്ച് ആറിച്ച വെള്ളം 3-4 സ്പൂണ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നത് നല്ലതാണ്. അതുവരെ 6 മാസം വരെ വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറൊരു സംശയം എല്ലാവർക്കും ഉള്ളത് നവധാന്യങ്ങളെ കുറിച്ചാണ്. നവധാന്യങ്ങൾ കൊടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ്. 6 മാസം ഫസ്റ്റ് ഫുഡൊക്കെ ആയിട്ട് നവധാന്യങ്ങൾ, അതായത് ഈ അമൃതം പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും എല്ലാവരും. പക്ഷെ അത് കൊടുക്കാൻ ഒരു ധൃതി വേണ്ട. കാരണം അതിൽ ഒരുപാട് ധാന്യങ്ങളും നട്ട്സും എല്ലാം ചേർന്ന ഒരു ഫുഡാണ് നവധാന്യം. കുറച്ച് സ്ട്രോങ് ആണ് ആ ഫുഡ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 8 മാസം 9 മാസം ഒക്കെ ആയതിൻ്റെ ശേഷം കൊടുത്താൽ മതി. ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡൈജഷൻ പ്രോബ്ലം, വയറുവേദന എന്നൊക്കെ പറഞ്ഞ് ഓടി വരാറുണ്ട് എല്ലാവരും. ഭയങ്കര കരച്ചിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നവധാന്യം കൊടുക്കാൻ സ്പീഡ് വേണ്ട, ഭയങ്കര നേരത്തെ കൊടുക്കേണ്ട ആവശ്യമില്ല. 8 മാസം 9 മാസമൊക്കെ അതിൻ്റെ ശേഷം മാത്രം നവധാന്യങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കേണ്ടതാണ്. ഡീവോം ചെയ്യാനുള്ള മരുന്ന് കൊടുക്കണം. അത് വരാന്ന് പറഞ്ഞാൽ കൃമി ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ അതുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കണ്ട. 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. അപ്പോൾ വിശപ്പില്ല എന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് വരില്ല. 2 വയസ്സ് 3 വയസ്സൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ വിരയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല എന്ന്, ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 1 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കുട്ടിക്ക് വിര ഇളകാനുള്ള മരുന്ന് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശീലിച്ചു നോക്കൂ. നിങ്ങളുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. നല്ല രീതിയിൽ ഒരു ഭക്ഷണശീലം കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ചെറുതാവുമ്പോൾ മുതൽ, കഴിക്കാൻ കൊടുക്കുന്നത് മുതൽ നല്ല രീതിയിലുള്ള ഒരു ഫുഡ് ഹാബിറ്റ് കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.